എല്ലാവർക്കും ദൈവനാമത്തിൽ നമസ്കാരം. എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്. ഞാൻ ജനിച്ചത് കരുനാഗപ്പള്ളി താലൂക്ക് മൈനാഗപ്പള്ളി. ഞാൻ 11 മക്കളുള്ളൊരു കുടുംബത്തിലാണ്. ഞാൻ മക്കളിൽ 5-മത്തെയാണ്. ഞാൻ 1976 ഗുജറാത്തിലാണ് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് പോകുന്നത്. എൻ്റെ ഒരു അങ്കിളാണ് എന്നെ കൊണ്ടുപോയത്. IPCL എന്ന് പറയും, ബറോഡ IPCL. അവിടെ ഞാൻ അപ്രൻറ്റീസായിട്ട് ജോലി ചെയ്തു. അങ്ങനെ അവിടെ 2 വർഷം നിന്നതിന് ശേഷം 1978 മദ്രാസ് കോത്താരി കെമിക്കൽസിൽ വന്ന് കാസർഗോഡ് പ്ലാന്റാണ് അവിടെ ഫാബ്രിക്കേറ്ററായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ 1979 MBM എന്ന് പറയും, മൈസൂർ പേപ്പർ മില്ലിൽ. അവിടുന്ന് 2 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മംഗലാപുരത്ത് KICL എന്ന് പറയും, കുതിരമുഖ അയൺ കെമിക്കൽസ്, അവിടെ ജോലി ചെയ്തതാണ്. അവിടുന്ന് ഞാൻ വീണ്ടും 1980 ബോംബെ RCF വന്ന് ജോലി ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഒരു 15 ദിവസത്തെ ഷട്ട് ഡൗൺ വർക്കിന് വേണ്ടിയിട്ട് സൗദിയിൽ പോയി. അവിടെ നിന്ന് 81 ഞാൻ ആസാമിൽ ജോലി ചെയ്തു, BRPL എന്ന് പറയും. 81, 82 ഞാൻ ഇറാനിൽ. ഞാൻ 79 ആസാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇൻറ്റേർണൽ പ്രശ്നം ഉണ്ടായി. ബംഗ്ലാദേശിൽ പോകണമെന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ അവിടുന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇനി ബോംബെക്ക് വന്നു. ബോംബെക്ക് വന്ന് കുറച്ച് ദിവസം എൻ്റെ മാവിയുടെ ഒരു മോൻ, എൻ്റെ കസിനുണ്ടായിരുന്നു. അവൻ പറഞ്ഞെടാ ഇതുപോലൊരു ചാൻസ് ഉണ്ട്, നീ പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പേപ്പറിൽ ആ വാണ്ടറ്റും കണ്ടും കൊണ്ട് ഞാൻ ഈ ചർച്ച് ഗേറ്റ് എന്ന് പറയും, അവിടെ ഒരു ഓഫീസിൽ ചെന്ന് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. 1982 ഞാൻ ഇറാനിലേക്ക് പോയി. അവിടെ 2 വർഷം ജോലി ചെയ്തു. ഒരു വർഷം കഴിഞ്ഞ് ലീവിന് വന്നു. 83 വിവാഹം കഴിഞ്ഞു. ഇറാനിൽ ഞാൻ 82 ചെന്ന് സിമി എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ കമ്പനിയിലാണ് ജോലി ചെയ്തത്. അവിടുത്തെ ഇറാനിയൻ കമ്പനിയാണ് എങ്കിലും അവരായിരുന്നു എൻ്റെ കോൺട്രാക്ടർ. ഇറ്റാലിയൻ കമ്പനിയാണ്. ഇറ്റാലിയൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ ഞാൻ 83 ഒരു വർഷം കഴിഞ്ഞപ്പോൾ ലീവിന് വന്ന് വിവാഹം കഴിഞ്ഞ് പോയി. 84 ഒരു വർഷം അവിടെ നിന്ന് 84 അവസാനം ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ 85 ഇറാനിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ പള്ളി പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. മുസ്ലിം രാജ്യമായതിൻ്റെ പേരിൽ അവിടെ നമുക്ക് ദൂരമാണ്, ഡെസേർട്ട് ഏരിയ ആണ്. അതുകൊണ്ട് എനിക്ക് അവിടെ പള്ളി പോകാനുള്ള സൗകര്യമൊന്നുമില്ല. എല്ലാ ദിവസവും ഞാൻ കൊണ്ടുപോയ ബൈബിള് ദൈവനാമത്തിലെന്നും ഞാൻ വായിക്കാറുണ്ട്. എപ്പോഴും എൻ്റെ കാര്യങ്ങൾ ദൈവത്തോട് പറയും. അതനുസരിച്ച് എൻ്റെ ദൈവം എന്നെ നടത്തി നല്ല രീതിയിൽ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ട് നിന്ന്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാണ് ഞാൻ 83 വന്ന് വിവാഹം കഴിച്ചു. വീണ്ടും ഞാൻ ലീവ് കഴിഞ്ഞ് 84 അവിടെ പോയി. 84 ലാസ്റ്റിൽ അവിടുന്ന് വന്ന് ഞാൻ ബോംബെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബോംബെ ജോലി ചെയ്തിരിക്കുമ്പം വീണ്ടും യമനിലേക്ക്, സൗത്ത് യമനിലേക്ക് ഒരു ചാൻസ് വന്നു. അങ്ങനെ ഞാൻ സൗത്ത് യമനിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇൻറ്റേർണൽ വാറുണ്ടായി, പ്രശ്നങ്ങളായി. അങ്ങനെ എന്താണ് ഏതാണെന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ രാത്രി 1 മണിക്ക് ഒരു ഫ്രഞ്ചിൻ്റെ ഷിപ്പിൽ യാത്ര ചെയ്യാനായിട്ട് ഉൾക്കടലിലാണ് 7 കിലോമീറ്റർ ദൂരത്തിലാണ് അവരുടെ ലൈവ് ബോട്ട് കിടന്നത്. അതിനകത്ത് ആ 7 കിലോമീറ്റർ പോയി ആ ഷിപ്പിനകത്ത് ഒരു ഫ്രഞ്ചിൻ്റെ ഷിപ്പിൽ കയറി, 14 നിലയുള്ളൊരു ഷിപ്പാണ്. അതിൽ കയറി അങ്ങനെ 12 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ ജബൂത്തി, ആഫ്രിക്കൻ രാജ്യമാണ്, ജബൂത്തിയിൽ വന്നിട്ട് ഒരാഴ്ച അവിടെ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സിമി എന്ന് പറയുന്ന ലെബനോൺ കമ്പനിയാണ്. അവിടുന്ന് ഞാൻ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ബോംബെക്ക് വന്നു. ഉൾക്കടലിൽ ഇങ്ങനെ ഈ അവരുടെ ഈ ലൈഫ് ബോട്ട് എത്രയോ ഹൈറ്റിലാണ് പൊങ്ങി. എൻ്റെ ജീവിതത്തിൽ നല്ലപ്പോഴാണ് അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ആ ലൈഫ് ബോട്ട് പൊങ്ങിത്താണ് തിരയുടെ ഇതിലാണ് വരുന്നത്. രാത്രി 1 മണിയാണ്. അവിടുന്ന് എങ്ങനെയോ ദൈവം രക്ഷിച്ചെന്ന് പറയാൻ ഞാനും എൻ്റെ ഒരു കസിനും ഉണ്ട്.
അങ്ങനെ ആ ജബൂത്തിയിൽ വന്ന് ഒരാഴ്ച അവിടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു. പാവത്തുങ്ങൾ നിരപരാധികളാണെങ്കിൽ നമ്മളോട് വലിയ ഇതായിരുന്നു. ആ ലെബനോൻ കമ്പനിയും നമ്മളോട് വലിയ അടുപ്പമായിരുന്നു. സൗത്തോണിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇൻറ്റേർണൽ വാർ ഉണ്ടാവുന്നത്. ഉണ്ടായപ്പോൾ അവിടുന്ന് മിലിറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റേർണൽ വാറല്ലേ അടിക്കുകയാണ്. ആ തോക്കിൻ്റെ മുമ്പിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്കധികം കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. തോക്കിൻ്റെ മുമ്പിൽ നിന്ന് വരികയാണ്. ഒരു രക്ഷപ്പെടുമെന്ന് തീരുമാനിച്ചതേയല്ല, എങ്ങനെയോ ദൈവം എന്നെ രക്ഷിച്ചെന്ന് മാത്രം പറയാൻ മതി. അങ്ങനെ ഞാൻ ആ തോക്കിൻ്റെ മുമ്പിൽ നിന്ന് വരികയാണ്. ഇൻറ്റേർണൽ വാർ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മിലിറ്ററി തങ്ങളിലടിക്കുമല്ലേ, അപ്പം നമുക്ക് എങ്ങോട്ടും രക്ഷപ്പെടാനൊക്കുന്നൊരു മാർഗ്ഗമല്ല. ഞാനങ്ങനെ അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കല്ല. ഈ കുഞ്ഞുങ്ങളെ കാണാനോ വീട്ടിൽ വരാനോ ഒന്നും പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ഫ്ലൈറ്റൊന്നുമില്ല, എല്ലാം സ്റ്റോപ്പായിപ്പോയി. അങ്ങനെ ദൈവത്തോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഫ്രഞ്ചിൻ്റെ ഒരു ഷിപ്പ് വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ അവിടുന്ന് ദൈവം രക്ഷിച്ചെന്ന് പറയാം. കടലിൻ്റെ നടുക്കിൽ നിന്ന് വന്നതാണ് ഞാൻ. ഈ ഡോൾഫിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി ഇത്രയും ഹൈറ്റിൽ പൊങ്ങി വീഴുന്നു. 12 മണിക്കൂർ ഈ ഫ്രഞ്ച് ഷിപ്പിനകത്ത് യാത്ര ചെയ്യുന്നു. അപ്പോൾ വേറൊരു ഷിപ്പിനകത്ത് ആർക്ക് ഒന്നും കിട്ടിയതൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഈ വന്നതിനകത്ത് 2000 പേരോളം ഉണ്ട്. ദൈവം ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം അതിനകത്ത് തന്നു. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ച് ദൈവമേ എല്ലാവരെയും സംരക്ഷിക്കണമെന്ന്. കാരണം ഇൻറ്റേർണൽ വാർ നടക്കുമല്ലേ. അങ്ങനെ ആ ജബൂത്തിൽ വന്ന ഒരാഴ്ച ദൈവം അവിടെ സംരക്ഷിച്ചു. അങ്ങനെ അവിടുന്ന് പിന്നെ ബോംബെയിലേക്ക് വന്നു. വീണ്ടും അവിടെ ചെന്ന് സൗത്തമണി തന്നെ ജോലിക്ക് കയറി ജോലി ചെയ്തുകൊണ്ടിരുന്നു. 85 ലാസ്റ്റ് ആയപ്പോഴത്തേനും ജോലി കഴിഞ്ഞ് ഞാൻ ബോംബെ വന്നു. ദൈവത്തിന് ഇഷ്ടമുണ്ട്. എനിക്ക് പ്രാർത്ഥനയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ അവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവരെല്ലാം നമ്മളെ മാതിരിയുള്ള ആൾക്കാർ തന്നെ, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ വീണ്ടും 85 ലാസ്റ്റോടുകൂടി നാട്ടിൽ വന്നു. അവിടുന്ന് വീണ്ടും ഞാൻ നോർത്ത് എമറിലേക്ക് പോയി. അന്ന് യമൻ 2. അങ്ങനെ 86, 87 അവിടെ ജോലി ചെയ്തു. 87, 88 വരെ അവിടെ ജോലി ചെയ്തു. 86, 87 ഞാൻ നോർത്ത് യമനിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഇൻറ്റേർണൽ വാർ ഉണ്ടായി. അവിടെ യമൻ 2 കൂടെ ഒന്നായി കഴിഞ്ഞപ്പോൾ അവർ ഒരുപാട് ഡിമാൻഡുകൾ കൊടുത്ത് സൗത്ത് യമനിലുള്ള ആൾക്കാർ. അപ്പോൾ അവിടെ അത് അംഗീകരിക്കാതെ വന്നപ്പോൾ വീണ്ടും അത് പ്രശ്നമായി. അങ്ങനെ എനിക്ക് ദൈവത്തിന് ഇട്ടുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. CCC എന്ന് പറഞ്ഞ ഒരു ലെബനോൻ കമ്പനിയിലാണ്. ആ കാര്യത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും വിഷമമില്ല. പ്രാർത്ഥനയ്ക്കിന് എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് അതിനുള്ള വിഷമങ്ങളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവരാരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാറല്ലേ, അതുകൊണ്ടുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ 87 ലാസ്റ്റിൽ ഞാൻ നാട്ടിൽ വന്നിട്ട് വീണ്ടും 88 നോർത്ത് യമനിൽ പോയി. നോർത്ത് യമനിൽ ജോലി ചെയ്തുകൊണ്ട് 1 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് വീണ്ടും സിംഗപ്പൂരിലേക്ക് ഒരു ചാൻസ് കിട്ടി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ്. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ജാരി റോഡെന്ന് പറയും. അങ്ങനെ അവിടെ ഒരു ഓഫീസിൽ ഇങ്ങനെ ഒരു പേപ്പറിൽ വാണ്ടിട്ട് 2 കൊണ്ട് ഞാൻ പോയതാണ്. അവിടെ ചെന്ന് കൊടുത്തു. അപ്പോൾ അവർ മദ്രാസിൽ ആൾക്കാർക്ക് പോയതാണ് ടെക്നീഷ്യൻ. അവിടെ അന്നേരം എന്തോ അവർക്ക് കിട്ടാതെ വന്നു. അങ്ങനെ ഞാൻ വേറൊരു ചാൻസിന് കൊടുത്താണ് ഈ ഓഫീസിൽ. ദൈവാനുഗ്രഹം എന്ന് പറയാം. അപ്പോൾ റൂം പോയി എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേട്ടാ ഇതുപോലൊരു ചാൻസ് ഉണ്ട് സിംഗപ്പൂരിലേക്ക്. അവർ ഇന്ന് തന്നെ വേറെ ഇൻ്റർവ്യൂവിന്. ചേട്ടന് കാര്യം ചെയ്യും, മറ്റേത് താമസിക്കുമെങ്കിലും ഒരു കാര്യം ചെയ്യും, ഇതിലോട്ട് കൊടുത്ത് നോക്കി, ഇന്ന് തന്നെ ഇൻ്റർവ്യൂവിന് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എങ്കിൽ മോനൊരു കാര്യം ചെയ്യും, അവിടെ അതിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മലേഷ്യക്കാരൻ ഉണൂസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ്. പുള്ളിയാണ് ഇൻ്റർവ്യൂവിന് വന്നത്. പുള്ളി ഇൻ്റർവ്യൂവിന് വന്നു. രണ്ടാമത് എന്നെ വിളിച്ചു. ആദ്യം ഒരു പയ്യൻ കയറി, അത് കഴിഞ്ഞ് രണ്ടാമത് എന്നെ വിളിച്ചു. ഞാൻ കയറി ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. അപ്പോൾ പുള്ളി ഒരു കണക്ക് എനിക്കന്ന് ഈ കാൽക്കുലേറ്ററിലല്ല ഞാൻ എഴുതി ഇത് ചെയ്യുവാണ്. അങ്ങനെ ഞാൻ എഴുതി കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല അത് ശരിയാണെന്ന് പറഞ്ഞു. പുള്ളി രണ്ടാമതും വീണ്ടും പറഞ്ഞ് ഇല്ല തെറ്റാണ്. ഞാൻ പറഞ്ഞല്ല അത് റെഡിയാണ്, ശരിയാണെന്ന് പറഞ്ഞു, കറക്റ്റാണെന്ന് പറഞ്ഞു. പുള്ളി വീണ്ടും അത് നോക്കിയിട്ടുണ്ട്. സോറി എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് $300 പറഞ്ഞു. പക്ഷേ എനിക്ക് $350 തന്നു. അങ്ങനെ ഞാൻ സിംഗപ്പൂരിൽ പോയി 2 വർഷം ജോലി ചെയ്തു. 2 വർഷം ജോലി ചെയ്തപ്പം ഇറാനിലേക്ക് 6 വർഷത്തിന് ശേഷം വീണ്ടും ഈ സിമി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ കമ്പനി എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ റിസൈൻ, നമുക്ക് 4 വർഷം നിൽക്കാൻ സിംഗപ്പൂരിൽ. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ബോംബെ വന്നു. ബോംബെ വന്നപ്പം കുവൈറ്റ് ഇറാഖായിട്ട് ഉള്ള വാറ് നടക്കുക. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാതെ ഒരു 7-8 മാസം ഞാൻ നാട്ടിൽ നിന്ന് പോയി. അപ്പോൾ ഈ വീട് പണിയൊക്കെ നടക്കുവാണ്, പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വീണ്ടും ബോംബെ ചെന്നപ്പം ഈ ജാരി റോഡെന്ന് പറയും, അവിടെ ഒരു ഡോക്ടറാണ് എൻ്റെ ഏജൻറ്റ്.
പുള്ളി പറഞ്ഞ് ഇതുപോലെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്സിഡൻ്റായി ഇതാ എന്ന് പറഞ്ഞിട്ട് നിനക്ക് പരിചയമുള്ള ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമുള്ള ഡോക്ടറൊന്നുമില്ല. അപ്പോൾ പുള്ളിയുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് തന്നെ ഡോക്ടറുണ്ട്, പുള്ളി തന്നെ എനിക്ക് എഴുതി തന്ന് ഞാൻ അങ്ങനെ ഇറാനിലേക്ക് വീണ്ടും പോയി. അവിടെ ചെന്നപ്പോൾ ഈ വിസ റിന്യൂ ചെയ്യത്തില്ല, അവർ 20 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരും. ഞാൻ ബോംബെ BPCയിൽ ജോലി നിൽക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് തങ്കച്ച ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് കോഴഞ്ചേരിയിലുള്ള വർഗീസ് എന്ന് പറയും, അയാൾ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ വർഗീസ് എന്ന് വരും, അപ്പോൾ ഫാബ്രിക്കേറ്റർ വേണം. ഞാൻ അപ്പം പറഞ്ഞ് ആ പിള്ളച്ചേട്ടന് തോന്നി പിള്ളച്ചേട്ട വർഗീസിൻ്റെ അടുത്ത് പറയണം ഞാനിവിടെ ഉണ്ട്, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തീരുമാനിക്കാനുള്ള പറയാമോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അന്ന് പിറ്റേന്ന് വൈകിട്ട് തന്നെ വന്നു, ഞാൻ താമസിച്ച റൂമിൽ വന്നു. അപ്പോൾ എന്നെ മാഷെന്നാണ് വിളിക്കുന്നത്, കാരണം ഞാൻ അവനെ പണിയൊക്കെ പഠിപ്പിച്ചതൊക്കെ ഞാനായിരുന്നു. അങ്ങനെ ആ ഒരു സ്നേഹബന്ധത്തിൽ അന്ന് ഈ ഇറാനിലേക്ക് യമനിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ തന്നെയാണ് പുള്ളിയെ. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരുന്നത്. പുള്ളി അവിടെ നിന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം അവനവിടെ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു മാഷിന് ഈ ചാൻസ് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ കൊടുത്തു. 1 മാസം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ലെറ്റർ വന്നു, മാഷെ ഇപ്പോൾ ചാൻസ് നടക്കത്തില്ല, അത് അങ്ങനെ ഒരു പ്രശ്നമാണ്, മാഷിന് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നൊക്കെ ഉള്ളൊരു. അപ്പോൾ ഇന്ത്യക്കാരനല്ലേ അവിടെ ഓഫീസിലില്ലെങ്കിൽ, അതുകൊണ്ട് ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചു. അപ്പോൾ വർഗീസ് പറഞ്ഞു മാഷെ ഇതുപോലെ ഞാൻ പറഞ്ഞു ശരി വർഗീസ് കുഴപ്പമില്ല, എനിക്ക് ദൈവം വേറെ വഴി തുറന്ന് കാണും, അവിടെ സാരമില്ല. അങ്ങനെ ഞാൻ BPCയിൽ ജോലി ചെയ്തു. ഒരു ദിവസം വൈകിട്ട് ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുമ്പം എൻ്റെ അനിയൻ പറഞ്ഞ് അച്ചായ താണ്ട് ഇതുപോലെ ടെലഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് നോക്കിയപ്പോൾ ഇന്നുപോലെ പെട്ടെന്ന് തന്നിട്ട് ചർച്ചയായിട്ട് ചെന്നിട്ട് ഈ ഓഫീസിലെ കൗൺസിലേറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എഴുതി. ഞാൻ താമസിച്ച റൂമിലെ ചേട്ടൻ ഒരു വക്കീലാണ്, ചേച്ചി ടീച്ചറാണ്. ഞാൻ ചേച്ചി എനിക്ക് ഇതിനൊരു മാറ്റം എഴുതിത്താ, എനിക്ക് അയക്കാനെന്ന് പറയും. പുള്ളിക്കാരി അപ്പോഴേ എഴുതി തന്നു. ഞാൻ അപ്പോഴേ അത് മാറ്റം അയച്ചു. അപ്പം തന്നെ വീണ്ടും പിറ്റേന്ന് തന്നെ ഇത് എനിക്ക് ഇൻഫോം ചെയ്തു, ഇന്ന് തന്നെ ഓഫീസിൽ ചെന്നിട്ട് ഇൻഫോം ചെയ്യണമെന്ന് പറയും. ഞാനവിടെ ചെന്നപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ ആൾ അവിടെ ഇല്ല. അപ്പോൾ ഞാനിഞ്ഞ് ഓഫീസിൽ തിരിച്ചു പോരേണ്ടി വന്നു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ പറഞ്ഞു ശരി നിൻ്റെ വിസയൊക്കെ വന്നിട്ടുണ്ട്, മെഡിക്കൽ കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ മെഡിക്കലും കഴിഞ്ഞിട്ട് അപ്പം ഞാൻ തന്നെ യമനിയുടെ ഇതിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞാൻ ടിക്കറ്റും എടുത്തു. ഞാൻ യമൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ റിസീവ് ചെയ്യാൻ ആരും വന്നില്ല. അപ്പോൾ അൽ-റഷീദ് എന്ന് പറഞ്ഞൊരു യമനി കമ്പനിയാണ്. അവൻ പറഞ്ഞ ആ സ്ഥലത്ത് ടാക്സിയും വിളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏതാ ഓഫീസെന്ന് അറിയാൻ വയ്യ. അപ്പോൾ അവിടെ ഒരു കടയിൽ അറബിയാണ്. ഞാൻ ചോദിച്ചു ഇത് ഈ ഓഫീസ് എവിടാ? അപ്പോൾ ആ ടാക്സിക്കാരൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് കണ്ടുകൂടെ ആ എഴുതി വെച്ചിരിക്കുന്ന അറബിയില്ലേ, നീ എന്താ അവനെ അവിടെ കൊണ്ടാക്കാഞ്ഞ് എന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഒരു വർക്ക്ഷോപ്പ് ജോലി ചെയ്യുന്നൊരു മലയാളി ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഭായ് ഈ അൽ-റഷീദയുടെ ഓഫീസ് ഏതാ? അപ്പോൾ പറഞ്ഞു ആണ്ട് ഇത് തന്നെ ഓഫീസെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തന്നെ ഈ സെക്യൂരിറ്റിയെ നോക്ക് ചെയ്ത് വിളിച്ചു, തുറന്നു. ഞാൻ അകത്ത് ചെന്നപ്പോൾ പിന്നെ സൂപ്രണ്ടൻറ്റും വേറൊരു എത്തിയോപ്യനും ഉണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പം അവർ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞ് അവർ ചോദിക്കാൻ മറുപടിയെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നീ പിന്നെന്താ നേരത്തെ പറഞ്ഞ്? ഞാൻ പറഞ്ഞ് അവരിങ്ങനെ വിസ അയക്കാൻ താമസിച്ചു, ഇവിടുന്ന് എന്താ അറിയത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നം പറഞ്ഞു. സാരമില്ല, നീ ഇന്ന് തന്നെ അങ്ങ് സൈറ്റിലോട്ട് പോകാൻ പറഞ്ഞു. എനിക്ക് രാത്രി ആയപ്പോൾ അവിടുന്ന് ടാക്സി അറേഞ്ച് ചെയ്ത് തന്നു. അവരുടെ തന്നെ വണ്ടിയിൽ എന്നെ അങ്ങ് സൈറ്റിൽ അവിടെ ചെന്നു. രാത്രി 1 മണി ആയപ്പോൾ അവിടെ ചെന്ന് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ ഉറക്കത്തില്ല. അപ്പോൾ അവിടുത്തെ ഒരു മെയിൻ മെക്കാനിക്കലുണ്ട്, അയാൾ എന്നെ വന്ന് കണ്ടു. അയാളുടെ റൂമിൽ നിന്ന് ഞാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ വർഗീസും വന്നു. റിച്ചാർഡ് എന്നാണ്, ആംഗ്ലോ ഇന്ത്യൻ. അയാളും പോയി കാപ്പിയും എനിക്ക് വേണ്ടുന്നതൊക്കെ എടുത്തുകൊണ്ട് എല്ലാം കഴിച്ചു. വർഗീസും പറഞ്ഞു മാഷെ ഇന്നിപ്പോൾ നമുക്ക് സൈറ്റിലോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബ്രിട്ടീഷുകാരനാണ്, ജോൺ അറ്റോഡ് എന്ന് പറഞ്ഞ ആളാണ് എന്നെ ഇത് ചെയ്തത്, ഇൻ്റർവ്യൂവിനൊക്കെ ഇത്. പുള്ളി വന്ന് കണ്ടു, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കൊരു ജോബ് തന്നു. ഞാനിങ്ങനെ അയാളെ അന്ന് ലീവും കഴിഞ്ഞ് വരുവാണ് പുള്ളിക്കാരൻ. അപ്പം ഞാനത് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ് ഇത് ഇങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാസ്കറ്റൊക്കെ എടുത്തിട്ട് പുള്ളി എന്നെ മാർക്ക് ചെയ്തു. അപ്പം ഞാൻ പ്രൊഫൈൽ മാർക്ക് ചെയ്തതും ഇതും സെയിമാണ്. ഞാൻ പറഞ്ഞത് സെയിം ആണല്ലോ, അത് ഇന്ത്യൻ മെത്തേഡ്, ഇത് ബ്രിട്ടീഷിൻ്റെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ ഞാൻ ആ ജോബിൽ ഇതായി.
പിന്നെ എല്ലാ ജോബിലും ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ട് എനിക്ക് ദൈവാനുഗ്രഹമാണ്. എന്തിനും ആരും ഏതിനും എല്ലാ കാര്യത്തിനും എന്നെ ഉണ്ണിയെന്ന് പറഞ്ഞെങ്കിലേ അറിയൂ. അങ്ങനെ ഞാൻ അവിടെ നിന്നത്. ദൈവത്തോട് ഞാൻ അടുക്കുന്ന എല്ലാ ദിവസവും എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബൈബിളെടുത്ത് ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ച് എൻ്റെ കാര്യങ്ങൾ ഞാൻ ദുഃഖത്തോടുകൂടി പറയും. അത് ദൈവം കേൾക്കും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറയും. ദൈവം തമ്പുരാൻ എന്നെ നടത്തും. സൈറ്റിൽ ചെല്ലുമ്പോൾ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ഒന്നും പോയിട്ടില്ല, വെറും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ജോബിൽ എനിക്ക് എന്തോ ദൈവം എല്ലായ്പ്പോഴും എന്നോടുണ്ട്. ഞാൻ എന്തിനു ചെന്നാലും എനിക്ക് വിഷമം തോന്നിയാൽ തന്നെയും അവിടെ എനിക്ക് തുണയായിട്ട് ദൈവം തമ്പുരാൻ നിൽക്കും. ഏത് ക്രിട്ടിക്കലായിട്ടുള്ള ജോബിലും ഉണ്ണിയെ വിളിക്കെങ്കിൽ ഇത് തീരൂ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ എനിക്ക് എപ്പോഴും ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സോളാർ ടെർബൈൻ്റെ ഒരു ജോബിന് വേണ്ടിയിട്ട്, അപ്പോഴത്തേനും ഞാൻ ഒരു 14 വർഷമായി അവിടെ. ഇങ്ങനെ എല്ലാ 6 മാസത്തിലും ഞാൻ ലീവിന് വരും. അപ്പോൾ ജോബ് കുറയുമ്പം ആ ഉണ്ണിക്ക് ലീവ് കൊടുക്ക്. എനിക്ക് 4 മാസത്തിലാകും. എല്ലാവർക്കും 6 മാസത്തിലാണ്. റെസിഡൻസ് വിസ എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ 4 മാസത്തിൽ 5 മാസത്തിലൊക്കെ വീട്ടിൽ വരും, വീണ്ടും പോകും. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവർ ചോദിക്കുന്നത്, നീ പോയില്ലയോ, അവിടെ എന്തോ ജോലി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം തമ്പുരാൻ എന്നൊരു ജോലിയുണ്ട്, എൻ്റെ ലീവിൻ്റെ സമയമാകുമ്പോൾ ഞാൻ വരും പോവും, അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സോളാർ ടെർബൈൻ്റെ ഒരു ജോബിൻ്റെ കാര്യത്തിൽ ഇപ്പം വെളിയിൽ നിന്ന് വന്നത് ഷോർട്ടേജ് ആയിപ്പോയി. അപ്പോൾ അത് പിന്നെ ഞാൻ ഫീൽഡ് മെഷർമെൻ്റ് എടുത്ത് ഫാബ്രിക്കേഷൻ ചെയ്ത് നിൽക്കുമ്പോൾ കാനഡിയൻ വന്നിട്ട് പറഞ്ഞു, ഉണ്ണി ഇത് ഇന്നും കൊട്, സാൻ ബ്ലാസ്റ്റിങ് കൊട്, അപ്പോൾ ഇത് നാളെ ഒരു അർജൻറ്റ് ജോബുണ്ട് എന്ന് പറഞ്ഞു. ഞാനപ്പം എമിനികളാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ഹെൽപ്പേഴ്സ്. ഞാൻ അങ്ങനെ അവർക്ക് കൊടുത്തു. അവരെടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇതങ്ങ് സാൻ ബ്ലാസ്റ്റിങ് കൊട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഫോർക്കിൽ വന്ന് എടുക്കാൻ നേരത്ത് വേറൊരു ജോബിൻ്റെ പൈപ്പ് അവിടെ ഇരിക്കുക, അതിന് വെളിയിൽ വരണം. അപ്പം ഞാനും ഈ കാനഡയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ മറ്റവൻ്റെ കൈ പോവും, എൻ്റെ കൂടെ ഇരിക്കുന്ന ഹെൽപ്പറുടെ എമിനിയം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവർക്ക്. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചിട്ട് ഞാൻ തന്നെ എടുത്ത് ഇതിന് ഓവർടേക്ക് ചെയ്ത് ഇപ്പുറത്തെടുത്തപ്പോഴത്തേന് ഈ പൈപ്പ് തന്നെ പോയിട്ട് എൻ്റെ ഈ കൈയും ആ പൈപ്പോട് വന്ന് ഇങ്ങനെ അങ്ങ് അടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇവിടെയുള്ള തൃശ്ശൂരുള്ളൊരു മനോജ് ഉണ്ടായിരുന്നു. മനോജൻ്റെ അടുത്ത് നിൽക്കുക. ഞാൻ ടൈം ഷീറ്റ് എഴുതി കൊടുത്തിട്ട് വണ്ടിയെ കയറാൻ പോയതാണ്. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം മനോജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മനോജ് എൻ്റെ കൈ പോയി എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് കാനഡയുടെ അടുത്ത് നിൽക്കുക. അപ്പോഴത്തേന് അവനും വാടിക്കുന്ന ആൾക്കാരും എൻ്റെ കൂടെ എമനി കൂട്ടുകാരും എൻ്റെ കൂടെ നിന്ന് ബെൽഡറും അവരെല്ലാവരും വണ്ടിയൊക്കെ ആയിട്ട് വന്ന് എന്നെ പെട്ടെന്ന് എമനി അവർ സനയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ ഒരു 15 ദിവസം ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇതായിപ്പോയി. അപ്പോൾ കയ്യിലിങ്ങനെ അടി പറ്റിയെങ്കിൽ തന്നെ എന്നെ കനോക്സി പറഞ്ഞു, ഉണ്ണി ഒരു കാര്യം ചെയ്യ്, സൈറ്റ് ഒരാഴ്ച ഞാൻ റൂമിലിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഉണ്ണി ഒരു കാര്യം ചെയ്യ്, സൈറ്റ് പെർമിറ്റ് എടുത്തും കൊണ്ട് നീ അവരുടെ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 10 ദിവസം പെർമിറ്റ് എടുത്ത് അങ്ങനെ നിന്നു. അപ്പോൾ പിന്നെ സൂപ്രണ്ടൻ്റ് പറഞ്ഞു, ഉണ്ണിക്ക് ലീവ് കൊടുക്ക്, അവന് വീട്ടിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ വരുന്നതിൻ്റെ പേരിൽ എനിക്കൊരു $500 കോമ്പൻസേഷനായിട്ട് എനിക്ക് തന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് എല്ലായ്പ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ സത്യം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. 15 ദിവസത്തെ 1 മാസം ലീവും കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊട്ടാരക്കര പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു, സുഖമായി. വീണ്ടും ഞാൻ അവിടെ പോയി ജോലി ചെയ്തുകൊണ്ട് നിൽക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ട് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ദൈവം തന്ന ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ 83-ലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇറാനിൽ നിന്ന് വരുമ്പോൾ അപ്പച്ചനും ഒക്കെ തീരുമാനിച്ചിരുന്നു അവൻ വരുമ്പോഴേ എവിടെയെങ്കിലും കല്യാണം നടത്തണമെന്നുള്ള രീതി ഉണ്ടായിരുന്നു. എനിക്കിതറിയത്തില്ല. അപ്പോൾ അങ്ങനെ അപ്പച്ചൻ രാവിലെ ഞാൻ അവിടുന്ന് ഇറാനിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ള എനിക്ക് വരുമ്പം ശനിയാഴ്ചയാണ് ഞാൻ വീട്ടിൽ വരുന്നത്, ഞായറാഴ്ച എനിക്ക് പള്ളിയിൽ പോകണം. അതായത് കല്ലട പള്ളി എന്ന് പറയും. അപ്പൂപ്പനായിട്ട് എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞടാ, എൻ്റെ പെങ്ങളുടെ പേര് ഏലമ്മയെന്നാ, പുത്തൂരാ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഏലമ്മയുടെ വീട്. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ ഞാൻ വരത്തില്ല, എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് ആരുടെയും വിരുന്നായിട്ട് എനിക്കൊന്നും വേണ്ട, എനിക്ക് പള്ളിയിൽ പോകണം, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പച്ചൻ അങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ട് പുള്ളി മുമ്പേ അങ്ങ് വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയനും നാട്ടിലുണ്ട്, അവനും ലീവിന് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയനും ഞാനും പള്ളി പോകാനായിട്ട് എന്ന് ഭരണക്കാവിലിറങ്ങി. അന്ന് ഈ കല്ലട ബ്രിഡ്ജൊന്നുമില്ല. അപ്പോൾ പാലം കയറി ഇറങ്ങി വേണം പോകാനായിട്ട്. അങ്ങനെ ഞാൻ
അവിടെ ഭരണിക്കാവിൽ ഇറങ്ങിയപ്പോൾ അപ്പച്ചൻ പറഞ്ഞ് എടാ വരുന്നില്ല അങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ല അപ്പച്ചൻ, ഞാൻ പള്ളിയിൽ പോകാൻ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. എങ്കിൽ ഞാനും വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വാ. പള്ളിയിൽ നിന്ന് ഞാൻ ഇറങ്ങി വീണ്ടും ഭരണിക്കാവിൽ ഇറങ്ങി ശാസ്താംകോട്ടയ്ക്കുള്ള ബസ്സിന്, കരുനാപ്പള്ളിക്കുള്ള ബസ്സിന് കയറി ഞാൻ കുറ്റിമുക്കിന് ഇറങ്ങി കഴിഞ്ഞപ്പം അപ്പച്ചനെ ഞാൻ കണ്ടില്ല. അപ്പോൾ അനിയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എടാ അപ്പച്ചൻ എന്ത് ചെയ്യും? അപ്പച്ചൻ അവിടെ ഭരണിക്കാവിൽ നിൽക്കുക, നമ്മൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് എല്ലാം പറഞ്ഞു. അന്ന് ശരി. ഞാനൊന്നും വേണ്ടിയില്ല. വീട്ടിൽ വന്നപ്പം അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞാൽ, അമ്മച്ചി എന്ത് പറഞ്ഞാലും ഞാൻ മുമ്പേ കേൾക്കും. അങ്ങനെ വീട്ടിൽ വന്നു, ചോറൊക്കെ കഴിച്ചു. അന്നേരം അമ്മച്ചി പറഞ്ഞ്, മോനേടാ അപ്പച്ചൻ വിളിച്ചില്ല, നീ ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞു. പിന്നെ ഞാനും എൻ്റെ അനിയനും അപ്പച്ചനുമായിട്ട് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ ചെന്നു. ഒരു 6:30 ആയപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ച അമ്മക്ക് പോകാം, വീട്ടിലോട്ട് പോകാം. അപ്പം പറഞ്ഞല്ല, നിന്നെ കാണാൻ ഒരാൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ മൂത്താങ്ങള വന്നിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അളിയൻ്റെ അടുത്ത് പറഞ്ഞ് വന്ന് വീട്ടിലോട്ട് വാ, അവരൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ചെന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പം എൻ്റെ ഒരു കസിൻ സിസ്റ്ററെ കല്യാണം കഴിച്ചിരിക്കുന്ന ആ അളിയൻ്റെ 2 സഹോദരങ്ങൾ അവർ വന്നു. അവരും ഞാനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇന്നൊരു 7 മണിയോളമൊക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞ് ശരി, ഇനി വിവാഹക്കാരിയല്ലയോ കല്യാണക്കാരിയല്ല, അതൊക്കെ ദൈവനിശ്ചയമാണ്, അവർ ഞങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ഗുഡ് നൈറ്റും പറഞ്ഞ് അരിഞ്ഞു പോരുന്നു. അപ്പം വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞ് എടാ അവർ വ്യാഴാഴ്ച വരും. ഞാൻ പറഞ്ഞ് അവർ വരട്ടെ, വന്ന് കാണട്ടെ, അവരെന്താ തീരുമാനിച്ചോട്ടെ, അവരുടെ കാപ്പി കുടിച്ചല്ലേ, അവരും വന്ന് കാപ്പി കുടിച്ചിട്ട് പോരട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ ഒരു വിഷമം മാതിരി വയ്ക്കും. എൻ്റെ അപ്പച്ചൻ്റെ ഏറ്റവും ഇളയ അനിയൻ എൻ്റെ അപ്പാപ്പൻ വന്ന് ചോദിച്ചു, മോനെ എന്താ പറയുന്നത്? ഞാൻ ചോദിച്ചു എന്താ പാപ്പ, മോൻ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞ് കല്യാണം കഴിക്കാൻ എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ ഞാൻ കെട്ടിക്കോളാം, ഇനി എന്നെ എങ്ങും പെണ്ണ് കാണാൻ വിളിക്കരുത് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ജൂൺ 30 കല്യാണം ഉറപ്പിയിൽ, ജൂലൈ 11 കല്യാണം. അങ്ങനെ ഞാൻ 45 ദിവസം വീട്ടിൽ നിന്നു. എനിക്ക് കിട്ടിയ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ കുടുംബ പാരമ്പര്യമായിട്ട് അവർ ഭയങ്കര ദൈവവിശ്വാസികളാണ്. എൻ്റെ മദറിലോ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ദൈവവിശ്വാസത്തിലാണ്. എൻ്റെ വൈഫിൻ്റെ ഒരു കസിനുണ്ട്, അച്ഛനാണ്. അവരെല്ലാം ദൈവവിശ്വാസത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവർ, ദൈവവിശ്വാസത്തോടു കൂടി ജീവിക്കുന്നൊരു കുടുംബത്തിലാണ് ദൈവം എന്നെ കൊണ്ട് എത്തിച്ചത്. അതിൻ്റെ ഫലം എനിക്ക് പറയുന്നത്, എനിക്ക് ഒരു 45 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ വൈഫ് പെർഗൻ്റായി. അങ്ങനെ ഞാൻ ഇറാനിൽ നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ലെറ്റർ വരുന്നു, എൻ്റെ വൈഫ് പെർഗൻ്റാണെന്ന്. അവിടെ നാത്തൂനെന്ന് പറയുന്ന അമ്മച്ചീന്നാണ് വിളിക്കുന്നത്, ഒരുപാട് മൂത്തതാണ്. അങ്ങനെ എഴുതി. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു, എനിക്കൊരു പിൻതലമുറ ഞങ്ങൾക്ക് ദൈവം തമ്പുരാൻ തന്നു. അങ്ങനെ 84 എനിക്ക് ഷൈനി എന്നാണ് എൻ്റെ മോളെ കിട്ടി. അത് ഏപ്രിൽ 23 അവൾ ജനിക്കുന്നത്. എൻ്റെ മോൾക്ക് 4 വയസ്സാകുമ്പോഴാണ് എനിക്ക് രണ്ടാമതൊരു മോനെ തരുന്നത്. ഷിബു എന്നാണ് അവന് പേര്. എൻ്റെ മോൻ ഇപ്പോൾ സൗദി ജോലി ചെയ്യുന്നു. അവൻ വിവാഹം കഴിച്ചു. അവന് 2021 അവൻ കല്യാണം കഴിച്ചു. എൻ്റെ മോന് നല്ലൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. അതിന് 4 മാസമായി എൻ്റെ കുഞ്ഞിന്, കൊച്ചുമോക്ക്. ഞങ്ങൾ എനിക്ക് തന്ന എൻ്റെ മക്കളുടെ കുടുംബവും ഞങ്ങളും ഇന്ന് വരെ ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ ജീവിക്കുന്നു. ആരോടെ ഒരു പരിഭവം ഇല്ല. തമ്പുരാൻ ഞങ്ങളെ നല്ല രീതിയിൽ ഇന്ന് നടത്തുന്നു. എനിക്ക് 3 കൊച്ചുമക്കളുമുണ്ട്. ദൈവം തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാൻ എന്നും നന്ദി പറഞ്ഞുകൊണ്ടേ ജീവിക്കാറുള്ളൂ. എപ്പോഴും എവിടെ പോയാലും ഞാൻ ദൈവത്തോടൊപ്പം ദൈവമേ എന്നെ നടത്തണേ എന്നുള്ള, എന്നെ എൻ്റെ കുടുംബത്തെ മറ്റൊരാൾക്ക് വിഷമങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ദൈവം തമ്പുരാൻ നടത്തണേ എന്നുള്ള പ്രാർത്ഥന എന്നും രായും പകലും ഞാനും എൻ്റെ വൈഫും എൻ്റെ കുടുംബവും പോലെ